സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് ഞാൻ പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ശബരിമല റൂട്ട്. ശബരിമല അയ്യപ്പസ്വാമിയെ തിരുവാഭരണം ചാർത്തിയതിന് ശേഷം തിരുവാഭരണം ചാർത്തുന്ന ഏക ഒരു ക്ഷേത്രമുണ്ട്. ഇന്ന് ആ ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ യാത്ര. കൂട്ടത്തിൽ തിരുവാഭരണ ഘോഷയാത്ര വരുമ്പോൾ ഭക്തർക്ക് തൊഴാൻ വേണ്ടി തിരുവാഭരണം ഇറക്കി വെക്കുന്ന ഇടങ്ങളുമുണ്ട്. അതിലെ കുറച്ച് സ്ഥലങ്ങളും കണ്ട് വിശേഷങ്ങളും നമുക്ക് കാണാം. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലമെല്ലാം കഴിഞ്ഞ് ലാഹ കയറ്റം കയറുമ്പം കാണുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ ശബരിമലയ്ക്ക് യാത്ര പോകുമ്പോഴോ വരുമ്പോഴോ സമയം കിട്ടുമ്പോൾ കാറിലോ ടൂ വീലറിലോ ആണെങ്കിലേ പറ്റത്തുള്ളൂ. ബസ്സൊന്നും പോകത്തില്ല. കുറച്ചുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാവുന്ന സ്ഥലങ്ങളാണ് അത്. അവിടെ ഒരു ഹെലിപ്പാഡും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ്. ഞാൻ ഹെലിപ്പാഡ് വീഡിയോ എടുക്കാനെ കൊണ്ട് നോക്കി, പക്ഷെ അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്കുക, അങ്ങോട്ട് കയറ്റി വിടത്തില്ല. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് നമ്മുടെ ആ ലാഹ കയറ്റം അങ്ങോട്ട് കയറുമ്പം കാണുന്ന ഭാഗങ്ങളാണ്. വലിയൊരു യു ടേൺ വളവുണ്ടല്ലോ, വണ്ടി ഒടിഞ്ഞ് കയറാനെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കയറുന്ന ആ ഭാഗം തിരിഞ്ഞ് കയറി അവിടെ നിന്ന് താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങളാണിത്. വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും വകയായിട്ടൊരു മണ്ഡപം പണിതിട്ടുണ്ട്. ചേർന്ന് തന്നെ ഒരു ദേവീക്ഷേത്രവുമുണ്ട്. അവിടെ ഭക്തർക്കെല്ലാം വന്ന് തിരുവാഭരണം കണ്ട് തൊഴാവുന്നതാണ്. അതിലെ ഒരു പെട്ടി തുറന്നു വെക്കും, ബാക്കി പെട്ടിയെല്ലാം അടച്ചായിരിക്കും ഇരിക്കുന്നത്. അവിടുന്ന് തിരുവാഭരണ ഘോഷയാത്ര പല വീടുകളിൽ നിന്നും, വീടുകളെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലെ, ഇതാണ് വടശ്ശേരിക്കര ജംഗ്ഷൻ. ഇവിടെയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ മണ്ഡപമാണ്. ഇവിടെ തിരുവാഭരണം വെക്കും. അവിടെ ഭക്തർക്ക് വന്ന് തൊഴാവുന്നതാണ്. എല്ലാ വീടുകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തിരുവാഭരണം ശബരിമലയ്ക്ക് പോകുന്നത്. ആ പോകുന്ന വഴി തന്നെയാണ് മടത്തംമുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയും തിരുവാഭരണം താഴ്ത്തി വെക്കാനെ കൊണ്ട് ഒരു മണ്ഡപമുണ്ട്. അന്നേ ദിവസം അവിടെയും വന്ന് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തർ തിരുവാഭരണം തൊഴുന്നതാണ്. ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വരുന്ന സ്ത്രീകളാണ് തിരുവാഭരണം തൊഴാൻ. സ്വാമിയേ ശരണമയ്യപ്പ. വേണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ മടത്തമൊഴി എന്ന് പറയുന്ന ജംഗ്ഷനിലെ തിരുവാഭരണം ഇറക്കി വെച്ച് തൊഴാനെ കൊണ്ടുള്ള മണ്ഡപം. ഇവിടെ വന്നാലും തിരുവാഭരണം തൊഴാവുന്നതാണ്. ഇവിടെ മുതലാണ് നമ്മൾ ശബരിമലയിലെ ഹൈ റേഞ്ച് കയറ്റം തുടങ്ങുന്നത്. ഈ പോകുന്ന വഴിക്ക് ലാഹ ജംഗ്ഷൻ മേപ്പോട്ട് പോകുമ്പോൾ ലാഹ ജംഗ്ഷൻ എത്തുന്നതിന് ഒരു 1.5 കിലോമീറ്റർ മുമ്പേ ഒരു അമ്മൻ കോവിലുണ്ട്. ആ അമ്മൻ കോവിലിൽ തിരുവാഭരണം ഇറക്കി വെക്കില്ല. ഇതാണ് ആ അമ്മൻ കോവിൽ. ആ ക്ഷേത്രത്തിലും കയറിയിട്ടാണ് തിരുവാഭരണം പോകുന്നത്. ഈ അമ്മൻ കോവിലിൽ എല്ലാ മലയാള മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. വൃശ്ചിക 1 മുതൽ നട അടയ്ക്കുന്ന അന്ന് വരെയും അന്നദാനമുണ്ട്. ഏത് അയ്യപ്പ ഭക്തർ വന്നാലും കയറി കഴിക്കാവുന്നതാണ്. ഇതാണ് ആ അമ്മൻ ക്ഷേത്രം. ഇവിടെ നിന്ന് നമ്മൾ ഈ റോഡ് ശബരിമല റൂട്ടിൽ തന്നെ പോകുമ്പോൾ കുറച്ച് മുകളിൽ ചെല്ലുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് തിരുവാഭരണം താഴ്ത്തി വെക്കാനെ കൊണ്ട് ഒരിടമുണ്ട്. അന്നേ ദിവസം തിരുവാഭരണം താഴ്ത്തി വെച്ച് തിരുവാഭരണ ഘോഷയാത്രക്കാരെല്ലാം വിശ്രമിക്കുന്ന ഒരു ഇടമാണ് അവിടം. അന്നേ ദിവസം അവിടെ ഭയങ്കര ഉത്സവവും കാര്യങ്ങളും ഒക്കെയാണ്. വിശ്രമവും എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ
തിരുവാഭരണം തലയിലേന്തി വീണ്ടും ശബരിമല യാത്ര അവിടുന്ന് തുടങ്ങും. ഈ പോകുന്ന വഴിക്കാണ് ഹെലിപ്പാഡ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20-30 കിലോമീറ്ററിന് പുറത്ത് സ്ഥലങ്ങളെല്ലാം കാണാനും നല്ല രസമാണ്. സ്വാമി ശരണമയ്യപ്പ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോറസ്റ്റിൻ്റെ ഓഫീസും തിരുവാഭരണം താഴ്ത്തി വെക്കുന്ന ആ സ്ഥലവും. ഇത് നമ്മൾ ആ ലാഹ ഇറങ്ങി വരുമ്പം ഇടത്തെ സൈഡ്, ലാഹ കയറ്റം കയറി വരുമ്പോൾ ഏകദേശം ആ ടോപ്പ് വരാറാകുമ്പം വലത്തെ സൈഡായിട്ട് വരും. ഇവിടെയാണ് തിരുവാഭരണം താഴ്ത്തി വെക്കുന്നതും അന്നേ ദിവസം വിശ്രമിക്കുന്നതും. അന്നേ ദിവസം ഇവിടെ ഭയങ്കര ഉത്സവമൊക്കെയാണ്. ശരണമയ്യപ്പ. ഇനിയും പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇവിടെ തിരുവാഭരണം വിഗ്രഹത്തിൽ ചാർത്തും. മകരവിളക്കിന് തിരുവാഭരണം തിരികെ മടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ക്ഷേത്രത്തിൽ വരികയും ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തുകയും ചെയ്യും. അന്നേ ദിവസം ഇവിടെ ലക്ഷക്കണക്കിന്, പ്രത്യേകിച്ച് സ്ത്രീകൾ തൊഴാൻ വരുന്ന ഒരിടമാണ്. അത് കേരളത്തിന് പുറത്തുനിന്ന് വരെ ഈ ക്ഷേത്രത്തിൽ തിരുവാഭരണ തൊഴാനെ കൊണ്ട് ഭക്തർ വരും. ശബരിമല തിരുവാഭരണം ചാർത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരുവാഭരണം ചാർത്തുന്ന ഏക ക്ഷേത്രം ഈ പെരുന്നാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമാണ്. ശബരിമലയിലെ എല്ലാ ആചാരങ്ങളും ഈ ക്ഷേത്രത്തിലുമുണ്ട്. ഇവിടെയും ഒരു മാളികപ്പുറത്ത് അമ്മയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് മാറിയാണ്, ആ മെയിൻ റോഡ് സൈഡിൽ തന്നെ. ശബരിമല ശാസ്താവിൻ്റെ അപ്പുറത്ത് മാളികപ്പുറത്തിന് ഇടം കൊടുത്തേക്കുന്ന പോലെ ഇവിടെ മാളികപ്പുറത്തിനൊരു വേണ്ടി ഒരു ഇടമുണ്ട്. കൊച്ചുകോയിക്കൽ പന്തളം കൊട്ടാരം ഇവിടെ നിന്നുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചത്. അന്ന് രാജാക്കന്മാരുടെ കൂട്ടുകാരും എല്ലാം ഇവിടെയാണ് വിശ്രമിച്ചതും എല്ലാം. സ്വാമി ശരണമയ്യപ്പ. ഇത് കക്കാട്ടാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം. ഈ കക്കാട്ടാറ് ചെന്ന് പമ്പയാറ്റിലേക്ക് ചേരും. അവിടുന്ന് പിന്നെ പമ്പയാറായി മാറും. ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പമ്പയാറ്റിലേക്ക് ചെല്ലാൻ.